സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരമേശ്വരനും പത്മിനിയും കൂടി അവിടെ ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അയാൾ വന്ന് ക്ഷണിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ചന്ദ്രശേഖരനും സാറയും കൂടി മറഞ്ഞു നിന്ന് അവരുടെ സംസാരം നിരീക്ഷിക്കുന്നുണ്ട്. അന്നേരം പരമേശ്വരൻ പറയുക, അയാളുമായിട്ട് അത്ര വലിയ പരിചയമൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ടും അയാൾ നമ്മളെ ഇവിടെ വന്ന് കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുകയല്ലേ. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. അന്നേരം പത്മിനി പറയണേ, എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. പരമേശ്വരേട്ടൻ മുമ്പ് കുറേ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളെ വന്ന് വിളിച്ചത്. എന്തെങ്കിലും സഹായം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ചിലപ്പോൾ അയാൾ വന്നിട്ടുണ്ടാവുക. അന്നേരം പരമേശ്വരൻ പറയണേ, അങ്ങനെയാണ് അയാൾ ചിന്തിച്ചെങ്കിൽ നമ്മുടെ ഈ അവസ്ഥയിൽ നമുക്ക് അയാളെ മണ്ടനെന്നല്ലേ വിളിക്കാൻ പറ്റൂ. നമുക്ക് എന്ത് സഹായം അയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അന്നേരം പത്മിനി പറയുന്നുണ്ട്, നമ്മുടെ അവസ്ഥയൊന്നും അയാൾക്കറിയില്ലല്ലോ, അതായിരിക്കും അങ്ങനെ വന്ന് വിളിച്ചത്. അന്നേരം പരമേശ്വരൻ ചോദിക്കുക, അല്ല പത്മിനി, ഞാൻ ആലോചിക്കുന്നത് നാളത്തെ ബർത്ത്ഡേ ഫംഗ്ഷന് പോകണോ വേണ്ടയോ എന്നാ. എന്താ തൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് നാളെ എന്താണെങ്കിലും പോകണം. ഒന്നുമില്ലെങ്കിലും ഇവിടെ വന്ന് വിളിച്ചതല്ലേ. അപ്പം നമ്മളവിടെ പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഒന്ന് പോകാം, ചെന്ന് കണ്ട് ആ കുട്ടിയെ വിഷ് ചെയ്തിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. അന്നേരം പരമേശ്വരൻ പറയുന്നുണ്ട്, എന്നാലും അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വെറും കൈയോട് കയറി ചെല്ലുന്നത്? അതാണോ ഇത്ര വലിയ പ്രശ്നം? എൻ്റെ 2-3 കാലൊടിഞ്ഞ കമ്മലിരിപ്പുണ്ട്. തൽക്കാലം നമുക്കത് വിറ്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു സമ്മാനം വാങ്ങാം. എന്താ അതുപോലെ? അന്നേരം ചിരിച്ചുകൊണ്ട് പരമേശ്വരൻ പറയണേ, താനീ കഷ്ടപ്പാടിലും നന്നായിട്ട് ജീവിക്കാൻ പഠിച്ചു അല്ലേടോ. അന്നേരം പത്മിനി പറയുക, ഭർത്താവിൻ്റെ ഉയർച്ചയിൽ മാത്രമല്ലല്ലോ താഴ്ചയിലും കൂടെ നിൽക്കുന്നവളല്ലേ ഭാര്യ. അങ്ങനെ അവരുടെ ഈ സംസാരമൊക്കെ കേട്ട് ചന്ദ്രശേഖരനും സാറ് അകത്തേക്ക് പോകുവാണ്. ഈ സമയം സാറ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, അധികം പരിചയമില്ലാത്ത ഒരാൾ ചന്ദ്രുവിൻ്റെ ചേട്ടനെ പോയി കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വിളിച്ചിരിക്കുക അല്ല ചന്ദ്രു. അതിൻ്റെ പിന്നിൽ ആരാണെന്നറിയോ? അയാളോട് പരമേശ്വരനെയും പരമേശ്വരൻ്റെ ഭാര്യയും ബർത്ത്ഡേ ഫംഗ്ഷന് പ്രത്യേകം വിളിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. സാറയോ? എന്തിന്? അതൊക്കെയുണ്ട്. നാളെ ചന്ദ്രശേഖരൻ്റെ ചേട്ടനും ഏട്ടത്തിയമ്മയും എന്താണെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷന് പോയിരിക്കണം. അവർ പോയി തിരിച്ചു വരുമ്പോഴേക്കും ചന്ദ്രശേഖർ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സമ്മാനം തന്നെ ഒരുക്കി വെക്കേണ്ടതുണ്ട്. രണ്ടുപേരെയും കൂട്ടിയിട്ട് കത്തിക്കാനായിട്ടുള്ള ചിത. രണ്ടിൻ്റെയും അവസാന ദിവസമാണ് നാളെ. സാർ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് സാറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അന്നേരം സാറ് പറയണേ, ചന്ദ്രു, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു ത്രില്ലുള്ളത്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നത് ശരിയല്ലല്ലോ. നാളത്തെ ദിവസം പല കാര്യങ്ങളും സംഭവിക്കും. പലരുടെയും അവസാന ദിവസം ഒരുക്കും നാളെ. കാണാനായിട്ട് കണ്ണിന് കുളിർമ തരുന്ന ഒത്തിരി കാഴ്ചകൾ നാളത്തെ ദിവസം കാണാനുള്ളതാ. ചന്ദ്രു, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ സാറാ. പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയാണ്. അവിടെ എല്ലാവരും സദ്യയുടെ തിരക്കിലും മറ്റുമൊക്കെയാണ് കേട്ടോ. നേരം ഒത്തിരി ഇരട്ടായിട്ടും പണികളൊന്നും കഴിയാതെ അവരെല്ലാവരും ഓരോ കാര്യങ്ങളായിട്ട് ഒതുക്കി തീർത്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ അവിടെ പച്ചക്കറി അരിയുന്നതിൻ്റെ ഇടയിൽ ഇരുന്നുറക്കം തൂങ്ങുവാണ്. വരണ കാഴ്ച രാധികേനെ എല്ലാവരെയും വിളിച്ച് കാണിക്കുവാണ്. അന്നേരം രാധിക പറയുന്നുണ്ട്, അതെ മുത്തശ്ശിക്ക് നല്ല പോലെ ഉറക്കം വരുന്നുണ്ട്. ഇങ്ങനെ ഇനി ഇവിടെ ഇരിക്കണമെന്നില്ല. മുത്തശ്ശി റൂമിൽ ചെന്ന് കുറച്ച് നേരം കിടന്നുറങ്ങ്. വേണ്ടടി മോളെ. പറഞ്ഞത് കേട്ടില്ല മുത്തശ്ശി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങണ്ടല്ലോ. പോരാത്തതിന് ആവശ്യമില്ലാതെ ഉറക്കം നിന്നാൽ അസുഖമൊക്കെ വരില്ലേ? എനിക്ക് അവിടെ ചെന്നാലും ഉറങ്ങാനൊന്നും പറ്റത്തില്ല മോളെ. ഇപ്പോൾ ഇതിവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ കണ്ണടച്ചെങ്കിലും കുറച്ച് നേരം വിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ചെന്നാലേ എനിക്കൊരു ഇടുക്കപ്രതി ഉണ്ടാവില്ലെന്നേ. അതുകൊണ്ടല്ലേ? അന്നേരം യശോദ വീണ്ടും നിർബന്ധിക്കുക. ഈ സമയം രാധിക പറയണേ, എന്നാൽ വേണ്ടമ്മേ, മുത്തശ്ശിനെയാണ് നിർബന്ധിക്കേണ്ട. മുത്തശ്ശിക്ക് ഇവിടെ ഇരിക്കുന്നതാ ഇഷ്ടമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്കെല്ലാവർക്കും കൂടി വേഗം ഇതെല്ലാം ഒന്ന് ഒരുക്കി തീർക്കാം. അങ്ങനെ പറഞ്ഞ് ആര് വേഗം തന്നെ പണിയൊക്കെ തീർക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമേനെയാണ് കേട്ടോ. ശ്യാമക്കുള്ള മരുന്നുമായിട്ട് സ്നേഹ അങ്ങോട്ടേക്ക് എത്തുവാം. അതെ, ഇതാ ഈ മരുന്ന് കഴിച്ചേ. എന്തിനാ ഇത്? അന്നേരം സ്നേഹ പറയണേ, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കണ്ടേ, അതിനുവേണ്ടി ഈ മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ പെട്ടെന്നെല്ലാം ഓർമ്മ കിട്ടും കേട്ടോ. അങ്ങനെ പറഞ്ഞ് സ്വാമിജി കൊടുത്ത ആ മരുന്നൊക്കെ ശ്യാമക്ക് കൊടുക്കുവാണ്. ശ്യാമ അങ്ങനെ സ്നേഹയുടെ കയ്യിൽ നിന്നും മരുന്നൊക്കെ വാങ്ങി അതെല്ലാം കഴിക്കുവാം. എന്നാലേ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ്. ഈ സമയമാണെങ്കിൽ കണ്ണടച്ച് കട്ടിലിൽ കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാ ഭക്ഷണവും റെഡിയാക്കി പാത്രത്തിലാക്കിയിട്ട് അതെല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ രാധികയും അവരെല്ലാവരും ചേർന്ന്. ഈ സമയം ചന്ദ്രകയാണെങ്കിൽ പമ്മി പിന്നാമ്പുറത്തേക്ക് പോയി അവിടെ ബാക്കിയുണ്ടായിരുന്ന 2 കറിയും കൂടി ഉണ്ടായിരുന്നു. അതിൽ പരിപ്പ് കറിയുടെ പാത്രത്തിലെടുത്തിട്ട് അതിലെ കറിയെല്ലാം താഴത്തേക്ക് ഒഴിച്ചു കളയുവാണ്. എന്നിട്ട് പാത്രം താഴെ തന്നെ തട്ടുമറിഞ്ഞ് വീണ അവസ്ഥയിൽ അവിടെ ഇട്ടിരിക്കുവാണ്.
എന്നിട്ട് അവിടെ നിന്നും വേഗം തന്നെ മാറിക്കളയുവാണ്ടോ ചന്ദ്രിക. ഈ സമയം അവരാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പാത്രവും എടുത്ത് വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുവാണ്. അന്നേരം രാധിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പരിപ്പ് അച്ചാറും കൂടി എടുത്ത് വെച്ചാൽ മതി, ഞങ്ങൾ അതും കൂടി എടുത്തിട്ട് വരാൻ വരും. അങ്ങനെ പറഞ്ഞ് രാധിക യശോദയൊക്കെ കൂടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴായിരിക്കും അവിടെ പരിപ്പിൻ്റെ ആ പാത്രം മറിഞ്ഞു കിടന്ന് എല്ലാം താഴെ പോയിരിക്കുന്നത് അവർ കാണുന്നത്. അയ്യോ അമ്മേ, ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? വരുൺ ഒന്ന് ഓടി വന്നേ. അങ്ങനെ വരുണും അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഈ കാഴ്ച കണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുവാണ്. ഷോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സദ്യയുടെ പ്രധാനപ്പെട്ട വിഭവം തന്നെയാണല്ലോ തട്ടിമറിഞ്ഞിങ്ങനെ കിടക്കുന്നത്. ഇതെന്ത് പറ്റിയതാ? എടോ, ഇനി വല്ല പട്ടിയോ പൂച്ചയോ മറ്റോ തട്ടിമറിച്ചിട്ടതാണോ? അറിയില്ല വരുൺ. ഷോ, ഇപ്പോഴാണെങ്കിൽ തീരെ സമയമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പരിപ്പില്ലാതെ സദ്യ എങ്ങനെ പൂർത്തിയാവാനാ? പോകാനുള്ള സമയമായി. ഒരു കാര്യം ചെയ്യ്, വരുൺ ഇതെല്ലാം കൊണ്ട് അവിടെ എത്തിക്ക്. അപ്പോഴേക്ക് ഞാൻ വേഗം തന്നെ പരിപ്പ് റെഡിയാക്കാം. എടോ, അതെനിക്ക് പിന്നെ സമയമില്ലല്ലോ. സാരമില്ല വരുൺ, അതില്ലാതെ പോയാൽ ശരിയാവില്ല. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ലേറ്റ് ആക്കണ്ട. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെന്നോ, ഞാനും യശോദയും കൂടി പരിപ്പ് കറി റെഡിയാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എത്തിച്ചാൽ പോരെ? അല്ല മുത്തശ്ശി, അത് വേണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. രാധിക മോള് പറയുന്നത് കേൾക്ക്. ഞാനും മുത്തശ്ശി ഉണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂടി പരിപ്പ് കറി ഉണ്ടാക്കി അവിടെ എത്തിച്ചേക്കാം. നിങ്ങൾ സമയങ്ങൾ ലേറ്റാക്കാതെ അങ്ങോട്ട് ചെല്ല്. മോളവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. എടാ രാധികെ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, താൻ വാ, നമുക്ക് ലേറ്റ് ആവുന്നുണ്ട്, നേരത്തെ എത്തണ്ടേ. അങ്ങനെ രാധികയും കൂട്ടി വരൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ചന്ദ്രികയാണെങ്കിൽ അവിടെ നിന്നും മാറി സാറാനെ വിളിച്ച് ചന്ദ്രിക ഒപ്പിച്ച പണിയൊക്കെ പറയുവാണ്. മാഡം, സദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറിയാണല്ലോ പരിപ്പ് കറി. ആ കറിയെ ഞാൻ ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. അവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഈ സമയം സാറ് പറയുന്നുണ്ട്, ചന്ദ്രികയെ ഇതുപോലെയുള്ള ചെറിയ പണിയൊന്നും കൊടുത്താൽ പോരാ അവർക്ക്. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഫംഗ്ഷൻ കഴിയുന്നതുവരെ നീ അവരോടൊപ്പം ആ സംഗതി തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാവും മാഡം. എന്നാലേ നമുക്ക് അവിടെ വെച്ച് കാണാം. അവിടെ വെച്ച് ആറ്റുവാശ്ശേരി സദ്യയെ എന്നേക്കുമായിട്ട് നിർത്താനുള്ള ചില പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അതെല്ലാം ചെയ്യേണ്ടത് നിൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കണം. എന്താ മാഡം ഞാൻ ചെയ്യേണ്ടത്? അതൊക്കെ ഞാൻ നേരി കാണുമ്പോൾ പറയാം. അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ ചന്ദ്രികയെ കൊണ്ട് തന്നെ ആ ഒരു ഭക്ഷണത്തിൽ വിഷം കലർത്തി തൻ്റെ പ്ലാൻ നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ച് നിൽക്കുവാണ് സാറ. പിന്നീട് കാണിക്കുന്നത് ഫംഗ്ഷൻ നടക്കുന്ന ആ വീടാണ് കേട്ടോ. അവിടേക്ക് ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങി. അങ്ങനെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ ഉള്ളവരെയൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും വരുണും രാധിക എത്തുന്നത്. അന്നേരം ജോൺസൺ പറയണേ, ദേ ഇതാണ് സദ്യയുടെ ആൾക്കാർ. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അത് പിന്നെ എത്തണ്ടേ, സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെക്കാനുള്ളതല്ലേ. അന്നേരം ജോൺസൺ പറയണേ, ഞാൻ സത്യം പറഞ്ഞാൽ പലരെയും ഇന്നലെ ഫംഗ്ഷന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് ആറ്റുവാശ്ശേരി സദ്യ എന്ന പേര് കേട്ടപ്പോഴായിരുന്നു. എല്ലാവരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കൂടിയായിരുന്നു. നിങ്ങളെ മോശമാക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളൂ. ഈ സമയം രാധികയാണെങ്കിൽ വരുണിനെ കുറച്ചങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയിട്ട് പറയണേ, വരുൺ എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. എടോ, താൻ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? എന്താ ഇപ്പോൾ ടെൻഷൻ അടിക്കാനും മാത്രം ഇവിടെ ഉള്ളത്? ഒന്നുമില്ല, താൻ ധൈര്യം ഇട്ടിരിക്കും. ചേട്ടാ, വേഗം തന്നെ ആ സാധനങ്ങളൊക്കെ ഒന്ന് അകത്തെടുത്ത് വെച്ച്. അങ്ങനെ ഓരോരോ കറികളായിട്ട് അകത്തേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുവാണ്. വരുൺ, എന്നാലും പരിപ്പ് കറിയില്ലല്ലോ, അന്നറിയുമ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനാകുക. എടോ, താൻ ധൈര്യം ഇട്ടിരിക്കുക. അവിടെ അമ്മയും മുത്തശ്ശിയല്ലേ ഉള്ളത്, അവരത് കൃത്യമായിട്ട് തന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും. തനിക്കെന്താ അവരുടെ കഴിവിൽ വിശ്വാസമില്ലേ? അതൊക്കെ ശരിയാ, എന്നാലും ഒരു ടെൻഷൻ. എടോ, ഇനിയിപ്പോൾ അഥവാ അത് കൊണ്ടുവരാൻ പറ്റിയില്ലെന്ന് തന്നെ വിചാരിക്കുക. നമ്മുടെ മുമ്പിലൊരു പ്രശ്നം വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള വഴിയല്ലേ ചിന്തിക്കേണ്ടത്. എടോ, ഓരോ കാര്യങ്ങളും സ്പെഷ്യൽ ആവുന്നത് എങ്ങനെ? നമ്മൾ വേറിട്ടൊരു കാര്യം ചെയ്യുമ്പോഴല്ലേ. നമ്മളിവിടെ വരുന്നവരോട് പറയുന്നു നമ്മുടെ ആറ്റുവാശ്ശേരി സദ്യയുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സദ്യയിൽ പരിപ്പ് കറിയില്ലാത്തതാണെന്ന്. അതങ്ങനെ ഒരു ട്രെൻഡ് ആവട്ടെടോ. അന്നേരം രാധിക പറഞ്ഞേ, കൊള്ളാലോ, നല്ല ബുദ്ധി തന്നെയാണ്. ദേ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ വരും. ഇവിടെയുള്ള ആൾക്കാരുടെ തല്ലിൻ മുഴുവൻ എനിക്ക് വാങ്ങിച്ചു തരുമല്ലേ. എടോ, തനിക്ക് എൻ്റെ പ്ലാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, താൻ എന്താണെങ്കിലും ഒന്ന് സമാധാനത്തോടെ വെയിറ്റ് ചെയ്യും. അമ്മയും മുത്തശ്ശിയും പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. അവർ കൃത്യസമയത്ത് കറിയുമായിട്ട് എത്തിക്കോളും. താൻ വന്നേ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കാം. ഇതേസമയം അവിടെയാണെങ്കിൽ യശോദയും മുത്തശ്ശിയും കൂടി പരിപ്പ് കറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുവാണ്. മുത്തശ്ശി അടുപ്പൊക്കെ കത്തിച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇട്ട് ബാക്കി ഒരുക്കങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ കറിയൊക്കെ റെഡിയാക്കുവാണ്. പിന്നീട് വീണ്ടും ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു വീടാണ് കാണിക്കുന്നത്. ആ സമയം രാധികയും ചന്ദ്രികയൊക്കെ ചേർന്ന് അവിടെ ഡൈനിങ് ടേബിളിൽ ഓരോ കറികളായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ ചന്ദ്രികയുടെ മോള് അവിടെ എത്തിയിട്ടുണ്ടാവുന്നത്. അങ്ങനെ മോള് ചന്ദ്രയുടെ അരികിലേക്ക് എത്തുക. അന്നേരം ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്?
അമ്മ ഇങ്ങോട്ടേക്ക് വന്നു എന്നറിഞ്ഞിട്ട് ഞാൻ വന്നത്. നിനക്ക് വല്ല കാര്യമുണ്ടോ ഇങ്ങോട്ട് വരാൻ? വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ എന്നും പറഞ്ഞാൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക അങ്ങോട്ടേക്ക് വരുവാ. എന്താ ചേച്ചി? ആ മോളെ, ഇതാണ് എൻ്റെ മോള് മേഘ, ഞാൻ പറഞ്ഞില്ലേ. ആ ആ മോളിവിടെ എത്തിയോ? ആ ഇവിടെ അടുത്താണ് ഞങ്ങളുടെ വീട്. ആണോ എന്നൊക്കെ പറഞ്ഞ് രാധിക കുട്ടിയോട് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവിടെ എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെക്കാനായിട്ട് രാധിക അങ്ങോട്ടേക്ക് നീങ്ങുവാണ്ടോ വരുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള ടേബിളും മറ്റുമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രികയാണെങ്കിൽ മേഘിനെ മാറ്റി നിർത്തി വഴക്ക് പറയണേ. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിന്നോട് പറഞ്ഞതല്ലേ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നും ഇങ്ങനെ വരരുതെന്ന്. അമ്മേ, ഇനി ഇവിടുത്തെ കുട്ടിയുടെ പിറന്നാളാണല്ലേ. ഇന്ന് എൻ്റെയും പിറന്നാളായിരുന്നു. അമ്മ അത് മറന്നുപോയോ? ഇന്നലെ അമ്മ എന്നെ വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് പോയില്ലേ. ഞാനവിടെ എത്ര നേരം ഇരുന്ന് പേടിച്ചു എന്നറിയോ? മോളെ, അമ്മ ഈ കഷ്ടപ്പെടുന്നതൊക്കെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ. മോളുടെ പിറന്നാൾ ഭംഗിയായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ അമ്മക്കുണ്ട്. പക്ഷേ അമ്മയുടെ കയ്യിൽ അതിനുള്ള പൈസയൊന്നുമില്ലെന്ന് മോൾക്കറിയില്ലേ. ഈ സമയം രാധികയാണെങ്കിൽ ഇവരുടെ ഈ സംസാരമൊക്കെ കുറച്ച് ദൂരെ നിന്ന് മാറി ശ്രദ്ധിക്കുന്നുണ്ടാവും. ചന്ദ്രിക പറയുന്നുണ്ട്, സാരമില്ല, ഇത്തവണത്തെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. പക്ഷേ അടുത്ത തവണത്തെ മോളുടെ ബർത്ത്ഡേ അമ്മ നല്ലപോലെ തന്നെ ആഘോഷിക്കും. അതിനുവേണ്ടി അമ്മ ഇപ്പോഴേ മോളുടെ പിറന്നാൾ ആഘോഷിക്കാനുള്ള പൈസയൊക്കെ മാറ്റി വെക്കും കേട്ടോ. അടുത്ത തവണ മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അമ്മ വാങ്ങിത്തരാം. എന്താ അതുപോലെ? മോൾക്ക് സന്തോഷമില്ലേ? അത് മതി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ ആ കുട്ടി. അങ്ങനെ ചന്ദ്രയ്ക്ക് മോളോടുള്ള സ്നേഹമൊക്കെ കണ്ട് അത് നോക്കിക്കൊണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ് രാധിക. ഈ സമയത്തായിരിക്കും പരമേശ്വരനും പത്മിനിയും കൂടി കുട്ടിക്കുള്ള ഗിഫ്റ്റുമായിട്ട് അവിടെ എത്തുന്നത്. അങ്ങനെ അവിടെ എത്തുന്നവരാണെങ്കിൽ വരുണിനെയും രാധികനെയും കണ്ട് സർപ്രൈസായി പോണേ. ആ മക്കളെ, നിങ്ങളെന്താ ഇവിടെ? അമ്മേ, ഈ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഫുഡ് ആറ്റുവാശ്ശേരി സദ്യയുടെ വകയാ. സത്യമാണോ? ആഹാ, അതപ്പോൾ കൂടുതൽ സന്തോഷമല്ലോ. അല്ല, അമ്മയും അച്ഛനെയും ഈ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടോ? അറിയാവുന്ന ആളാണോ? അന്നേരം പരമേശ്വരൻ പറഞ്ഞേ, അത്ര വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ എന്തോ അയാൾ വീട്ടിൽ വന്ന് കുട്ടിയുടെ പിറന്നാളിനായിട്ട് വിളിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് വിളിക്കുമ്പോൾ വരാതിരിക്കാനും പറ്റില്ലല്ലോ. എന്താണെങ്കിലും ഇപ്പോൾ അത് നന്നായെന്ന് തോന്നുന്നു. അല്ലേടോ, നമ്മുടെ മക്കളെ കാണാൻ പറ്റിയല്ലോ. അവരുണ്ടാക്കിയ സദ്യ നമുക്ക് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാമല്ലോ. ഈ സമയം പത്മിനി പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇവിടെ വന്നതല്ലേ, അപ്പം ഞങ്ങളും നിങ്ങളുടെ കൂടെ കൂടാം. അന്നേരം രാധിക പറഞ്ഞേ, അയ്യടാ അതൊന്നും വേണ്ട, അമ്മയച്ചനോട് അതിഥികളായിട്ട് വന്നതല്ലേ, അപ്പോൾ നിങ്ങൾ അതിഥികളെ പോലെ തന്നെ നിന്നാൽ മതി കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വരുണും കൂടി നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ചന്ദ്രശേഖരനും സാറയും കൂടി ഫംഗ്ഷൻ നടക്കുന്ന ഒരു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവരെ കാണുന്നതും വരുണിൻ്റെ രാധികയുടെയും മുഖമൊക്കെ മാറുവാണ് കേട്ടോ. ഈ സമയം ടേബിളിൻ്റെ അവിടെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് നിൽക്കുന്ന രാധികയുടെ അരികിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് സാറ എത്തുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ജഗ്ഗിൽ നിന്നും വെള്ളം എടുക്കുമായിരിക്കും സാറ. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സമയം രാധികയും പെട്ടെന്ന് ജഗ്ഗുമായിട്ട് വന്ന് സാറയുടെ മേത്ത് കുറച്ച് വെള്ളമോ മറ്റോ വീഴുന്നുണ്ട്. ഈ സമയം സാറ് ദേഷ്യപ്പെടുക. എത്ര രൂപ വിലയുള്ള ഡ്രസ്സാണ് ഇതെന്നറിയോ എന്നും പറഞ്ഞ് രാധികയെ തല്ലാനായിട്ട് കൈ ഓങ്ങുവാണ് സാറ. എന്നാൽ വരുണാണെങ്കിൽ സാറയെ തടഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് ആ കുട്ടി കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം എല്ലാവരും പാട്ടൊക്കെ പാടി കൈയടിച്ചുകൊണ്ട് ആ കുട്ടിയെ വിഷ് ചെയ്ത് എല്ലാവരും കൂടി അവിടെ ചുറ്റും കൂടി നിൽക്കുമായിരിക്കും. വരുണും രാധികയും പരമേശ്വരനും എല്ലാവരും ഉണ്ടാകും കേട്ടോ. ഈ സമയം സാറയാണെങ്കിൽ ചന്ദ്രികയെ മാറ്റി നിർത്തി തൻ്റെ പ്ലാൻ എന്താണെന്ന് പറയുവാണ്. അത് കേൾക്കുന്നതും ചന്ദ്രിക തന്നെ ഞെട്ടിപ്പോകുവാണ്. അയ്യോ, വിഷം കൊടുക്കാനോ? എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്നൊക്കെ ചന്ദ്രിക പറയുന്നുണ്ടെങ്കിലും സാറ ഭീഷണിപ്പെടുത്തുവാണ് കേട്ടോ ചന്ദ്രികേനെ. അങ്ങനെ ചന്ദ്രികയുടെ കയ്യിലേക്ക് വിഷത്തിൻ്റെ കുപ്പിയെടുത്ത് കൊടുക്കുവാണ്. വേറെ വഴിയില്ലാതെ ചന്ദ്രികയാണെങ്കിൽ ആ ഒരു കറിയിലേക്ക് വിഷമൊഴിച്ച് അത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ചന്ദ്രികയാണെങ്കിൽ ആകെ ഭയന്ന് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ചന്ദ്രികയുടെ മോളും അതേ ഫംഗ്ഷന് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ഒരു കറി രാധിക എടുത്ത് ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ടെൻഷനിൽ പരിഭ്രമിച്ച് എന്താകും സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ പരിഭ്രമത്തോടെ കുറ്റബോധത്തോടെയൊക്കെ നിൽക്കുവാണ് ചന്ദ്രിക. പിന്നീട് ആശ്രമത്തിലൊരു സീനാണ് പ്രമോയിൽ കാണിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ശ്യാമയുടെ അരികിലേക്ക് ബെഞ്ചമിൻ കൊടുത്ത ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അത് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് വരുന്ന ഊർമിളേനെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിലുള്ളത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്